ഇപ്പോൾ ഈ മിൽമയുടെ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാനും അംഗങ്ങളും ഭാരവാഹികളായത് ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. UDF ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവർ ക്ഷീര കർഷകർ അല്ലെന്നും വ്യാജരേഖ ചമച്ചാണ് പദവിയിലെത്തിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഭരണസമിതിയെ അയോഗ്യരാക്കിയെങ്കിലും VD സതീശൻ പക്ഷക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിക്കുന്നത്. അതിൻ്റെ വിവരം കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മിൽമയുടെ എറണാകുളം മേഖലാ യൂണിറ്റിനാണ് ഈ ചെയർമാനും അംഗങ്ങളും ഒക്കെ ഈ ചട്ടലംഘനം നടത്തിയാണ് ഭരണത്തിൽ കയറിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ വാസ്തവം? അവന്തിക, മിൽമയ്ക്ക് 3 മേഖല. ഒന്ന് ഈ എറണാകുളം മേഖല, മറ്റൊന്ന് മലബാർ മേഖല, മറ്റൊന്ന് തിരുവനന്തപുരം മേഖല. ഈ 3 മേഖലയാണുള്ളത്. ഈ 3 മേഖലാ യൂണിയനിൽ ഈ എറണാകുളം മേഖലാ യൂണിയൻ ഭരിക്കുന്നത് UDF ആണ്. UDFിൻ്റെ ഏക ഒരു യൂണിയൻ കൂടിയാണ് ഈ എറണാകുളം മേഖലാ യൂണിയൻ. അത് ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള, എറണാകുളം ഉൾപ്പെടെയുള്ള ഈ മധ്യമേഖല ഉൾപ്പെടുന്ന ഒരു യൂണിയൻ കൂടിയാണ്. ഈ യൂണിയനിലെ യൂണിയൻ ഭാരവാഹികൾ, അതായത് UDFിൻ്റെ ഭാരവാഹികൾ, അത് മിൽമയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ തട്ടിപ്പ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചട്ടലംഘനം നടത്തിക്കൊണ്ടാണ് ഈ ഭാരവാഹികളായത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് കണ്ടെത്തിയിരിക്കുന്നത് ക്ഷീരവികസന വകുപ്പിൻ്റെ സെക്രട്ടറി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഈ ഇത്തരത്തിൽ ക്ഷീര മേഖലാ യൂണിയനിലേക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, അവർ ക്ഷീര കർഷകർ ആയിരിക്കണമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവർ വർഷത്തിൽ 500 ലിറ്റർ പാലെങ്കിലും സ്വന്തമായ ഫാമിലോ അല്ലെങ്കിൽ സ്വന്തമായ തങ്ങളുടെ കറവ പശുവുമായി ബന്ധപ്പെട്ടവർക്ക് കറക്കണം, അല്ലെങ്കിൽ സ്വന്തമായി പാല് തൊട്ടടുത്തുള്ള ക്ഷീര സംഘത്തിൽ അളക്കണമെന്നുള്ളതാണ് നിയമം. അങ്ങനെ അളക്കുന്ന ആളുകൾ മാത്രമേ ഈ ഒരു മിൽമയുടെ ഇത്തരത്തിൽ മേഖലാ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ചട്ടം. ആ ഒരു സഹകരണ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇവർ മത്സരിച്ചതെന്ന് പിന്നീട് കണ്ടെത്തുകയും ഇതിൽ വളക സ്വദേശിയായ ഒരാളുടെ, അനന്തുപാസ് എന്ന ആളുടെ പരാതിയിലാണ് ഒരു മിന്നൽ പരിശോധന ക്ഷീരവികസന വകുപ്പ് നടത്തുന്നത്. ആ മിന്നൽ പരിശോധനയിൽ ഇവർ കൃത്യമായ പാല് ഇത്തരത്തിൽ തൊട്ടടുത്തുള്ള ഈ സംഘങ്ങളിൽ അടക്കുന്നില്ല എന്ന് കണ്ടെത്തുകയും പിന്നീട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അയോഗ്യരാക്കി ഇപ്പോൾ ഈ ക്ഷീരവികസന ഡയറക്ടറേറ്റ് ഇപ്പോൾ അത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ ഇപ്പോൾ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇനിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഭരണസമിതി അംഗങ്ങളെല്ലാം നിലയും വത്സലം പിള്ള മിൽമയുടെ ചെയർമാനാണ്. വത്സലം പിള്ളയും മറ്റു ഭാരവാഹികളെല്ലാം നിലയും VD സതീശൻ പക്ഷക്കാരാണ്. അത്തരത്തിൽ VD സതീശൻ പക്ഷക്കാർ, അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഇപ്പോൾ UDF സർക്കാർ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് മിൽമ, ഈ ക്ഷീര വികസന വകുപ്പ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹൈക്കോടതിയെ ഇവർ സമീപിക്കുമ്പോൾ ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിനോട് ഈ കാര്യത്തിലൊരു നടപടി സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അയോഗ്യരാക്കി ഇത്തരത്തിൽ പ്രഖ്യാപിച്ച ഇവരെ ഈ ഒരു ക്ഷീര സംഘത്തെ തന്നെ, അല്ലെങ്കിൽ ഈ മിൽമ യൂണിയനെ തന്നെ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് അപ്പുറമായി ഇതിനെ സംരക്ഷിക്കുന്ന നിലപാട് ഇപ്പോൾ UDF സർക്കാർ സ്വീകരിക്കുന്നു. ഇനിയിപ്പോൾ ഹൈക്കോടതി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഹൈക്കോടതി അടക്കം ഇവർക്ക് അനുകൂലമായ നിലപാട് VD സതീശൻ പക്ഷക്കാരായ ഈ ഭരണസമിതി അംഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ക്ഷീര വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. ഇവരോട് ഇവർക്ക് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ വലിയ തട്ടിപ്പിനായിരിക്കും UDF സർക്കാർ കൂട്ടുനിൽക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. എറണാകുളം മേഖലാ യൂണിയൻ്റെ ഈ ചെയർമാനും അതോടൊപ്പം തന്നെ മിൽമയുടെ ചെയർമാനും ഈ മറ്റുള്ള ഭാരവാഹികളെല്ലാം തന്നെയും നിയമലംഘനം നടത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ക്ഷീര കർഷകരല്ലാത്തവർ എങ്ങനെ ഇതിൻ്റെയൊക്കെ തലപ്പത്ത് വന്നു, ഇവർക്ക് എങ്ങനെ ക്ഷീര കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും വലിയ തട്ടിപ്പ് നടത്തി ആണ് ഇവർ ഇത്തരത്തിൽ ഈ ഒരു എറണാകുളം മേഖലാ യൂണിയൻ്റെ, മിൽമ മേഖലാ യൂണിയൻ്റെ ഈ ഒരു തലപ്പത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി ഇവരെ സംരക്ഷിക്കുന്ന നിലപാടുമായി UDF സർക്കാർ മുന്നിട്ട് പോയാൽ സ്വാഭാവികമായും അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പരാതിയുമായി ഇപ്പോൾ പരാതിക്കാരൻ മുന്നിട്ട് പോയിരിക്കുകയാണ്. ഈ പരാതിക്കാരൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷീരവികസന വകുപ്പ് തന്നെ ഒരു ഹിയറിംഗ് വെച്ചിരുന്നു. ആ ഹിയറിംഗിൽ ഇവർ ക്ഷീര കർഷകരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു മുദ്ര പേപ്പറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിരുന്നു. പക്ഷേ ആ മുദ്ര പേപ്പർ പോലും വ്യാജമാണെന്ന് പിന്നീട് പരാതിക്കാരന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ അടിമുടി തട്ടിപ്പ് നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.